വേമ്പനാട്ട് കായലിൽ മത്സ്യബന്ധനത്തിന് പോകാനായി തമ്പി വള്ളമിറക്കുമ്പോഴേ പുഷ്പ ഒപ്പം കൂടും. വലയിട്ട് തിരികെ വരുന്നത് വരെ പുഷ്പ തമ്പിയുടെ ബോഡി ഗാർഡായി നീതി നടക്കും. വൈക്കം തലയാഴം ഭാഗത്തെത്തുന്നവർക്ക് ഇത് സ്ഥിരം കാഴ്ചയാണ്. എത്ര ദൂരം പോയാലും എത്ര സമയമെടുത്താലും തമ്പിക്കൊപ്പമേ പുഷ്പ മടങ്ങും. കരയ്ക്ക് കയറിയാൽ പൈപ്പ് വെള്ളത്തിൽ ഒരു കുളി. 4 മണിക്കൂർ വരെ പുഷ്പ നീന്തി നടന്നിട്ടുണ്ട്. ഒരു കല്ലെടുത്തെറിഞ്ഞാലും അതിൻ്റെ പുറകെ അങ്ങ് പോയിക്കോളും. പിന്നെ എൻ്റെ പണിക്ക് എൻ്റെ കൂടെ പോരാൻ തുടങ്ങി. ഇവിടെ ഈ ഇറമ്പ് മാത്രമേ ഞാൻ കൊണ്ടുപോകുള്ളൂ, വെളിയിലോട്ട് പോകണേ ഞാൻ കൊണ്ടുപോകത്തില്ല. പിന്നെ ഓളത്തിന് നീന്താഴ്ച പാടാം, അല്ലെങ്കിൽ എവിടെ വേണമെങ്കിൽ പോയിക്കോളൂ. 3 മണിക്കൂറോ 4 മണിക്കൂറോ അവൾ റെഡിയാണ്. 3 വർഷം മുൻപ് തമ്പിയുടെ ഇളയ മകനാണ് ലാബ്രഡോർ ഇനത്തിൽപ്പെട്ട പുഷ്മയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. പുഷ്മയുടെ ഈ നീന്തലിന് പിന്നിലും തമ്പിക്ക് പറയാനൊരു കഥയുണ്ട്. തീരെ കുഞ്ഞായപ്പം എൻ്റെ കാൽ രണ്ടും വയ്യായിരുന്നു, എൻ്റെ കാൽ രണ്ടും വളഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറെ കൊണ്ട കാണിച്ചു പറഞ്ഞു, നീ ഒന്നും മരുന്നൊന്നും കൊടുക്കണ്ട, നീ എന്നെ കൊണ്ട് വെള്ളത്തിൽ നീന്തിച്ചാവുന്നു. കുഞ്ഞിലെ മുതൽ പിടിച്ച് നീന്തിക്കാതെ കൈ ഉള്ളം കഴിച്ച് നീന്തിക്കാൻ തുടങ്ങിയതാണ്. അത് കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കൈയുടെ വളവ് മാറാൻ തുടങ്ങി. ഒരു 2 മാസം കൊണ്ട് അവൾ നേരെ നടക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ആരും വേണ്ട, പുള്ളി ഒറ്റക്ക് നീന്താൻ തുടങ്ങി. എന്തായാലും കാലിലെ ആ വളവ് കാരണം കായലിലും കരയിലും പുഷ്പ തമ്പിയുടെ ബോഡി ഗാർഡായി. വേമ്പനാട്ട് കായൽ പുഷ്പയ്ക്ക് ഒരു ഹരമായി. ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോജ് എസ് ടി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം. ഷിനോജ് എസ് ടി ചേരുന്നുണ്ട് തത്സമയം. ഷിനോജ്, നന്ദിയുള്ള മൃഗം, അതാണ് നമ്മൾ നായയെക്കുറിച്ച് പറയുക ചെയ്യാറ്. അത്രത്തോളം സ്നേഹമാണ്. ഒരു തവണ ഒരു ഇറ്റ് സ്നേഹം അങ്ങോട്ട് കാണിച്ചാൽ പിന്നെ ജീവൻ തന്നായാലും നമ്മളെ തിരിച്ച് സ്നേഹിക്കും. എനിക്കിപ്പോൾ ഈ പുഷ്പേനെ കണ്ടപ്പോൾ എൻ്റെ വീട്ടിലുണ്ട് ഒരു നായ, ലിയോ, അവനെയാണ് എനിക്ക് ഓർമ്മ വന്നത്. ഭയങ്കര കമ്മിറ്റഡ് ആണ് ഈ നായകൾ. നമ്മളോട് അത്രത്തോളം ആത്മാർത്ഥതയോടെയാണ് അവരൊപ്പം അങ്ങനെ നടക്കും. ജീവിതകാലം മുഴുവൻ അവർ നമ്മളോട് അങ്ങനെ കമ്മിറ്റഡ് ആയി നടക്കുന്ന ഒരു മൃഗമാണ് നായകൾ. ഇപ്പോൾ ഇവിടെ തമ്പിച്ചേട്ടനുള്ള സ്നേഹം പുഷ്പയ്ക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആ കായലിൻ്റെ അക്കരയ്ക്ക് അങ്ങനെ നീന്തി പോകുന്ന ആ കാഴ്ച കണ്ടാൽ തന്നെ മനസ്സിലാക്കും. ഒരിക്കലും ഉടമസ്ഥനെ ഒറ്റയ്ക്കാക്കാത്തൊരു മൃഗം. ആരെയും അതിശയിപ്പിക്കുന്ന ഒരു ബന്ധത്തിന്റെ കഥയാണ് ഈ പുഷ്പ എന്ന് പറയുന്ന ഈ വളർത്തുനായും അതിന്റെ ഉടമയായിട്ടുള്ള തമ്പിയും തമ്മിൽ ഉള്ളത്. 3 വർഷം മുൻപാണ് തമ്പിയുടെ ഇളയ മകനായിട്ടുള്ള ആരോമൽ ഈ പുഷ്പ എന്ന് പറയുന്ന ഈ നായയുമായി വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് എത്തിയ സമയത്ത് തന്നെ ഭാര്യ, തമ്പിച്ചേട്ടൻ്റെ ഭാര്യ അതിന് പേരിട്ടു, പുഷ്പ എന്ന് പറയുന്നൊരു പേരിട്ടു. എന്തായാലും കൊണ്ടുവന്ന സമയത്ത് തന്നെ അതിൻ്റെ മുൻപിലെ 2 കാലുകൾക്ക് ചെറിയൊരു വളവുണ്ടായിരുന്നു. ഈ തമ്പിച്ചേട്ടൻ്റെ വീടെന്ന് പറയുന്നത് ഒരു സൈഡ് എന്ന് പറയുന്നത് വേമ്പനാട്ട് കായലാണ്, വീടിനോട് ചേർന്ന് കായലുണ്ട്. അപ്പോൾ ഈ ഡോക്ടറെ കണ്ട സമയത്ത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, വേറെ മറ്റ് മരുന്നൊന്നും കൊടുക്കണ്ട, ഈ കാലിലെ വളവ് മാറാൻ ഈ കായലിൽ കൊണ്ട് നീന്തൽ പരിശീലിപ്പിച്ചാൽ മതി എന്നാണ് ഡോക്ടർ കൊടുത്ത മറുപടി എന്ന് പറയുന്നത്. അങ്ങനെയാണ് ആദ്യം പുഷ്പ ഈ കായലിലേക്ക് വരുന്നതും നീന്തലൊക്കെ തന്നെ തുടങ്ങുന്നത്. അങ്ങനെ അത് ആദ്യം ഈ കാലിലെ വളവ് മാറുന്നതിന് വേണ്ടി തുടങ്ങി. തുടർന്ന് പതിയെ കാല് പൂർണ്ണമായും ശരിയായി. ഇപ്പോൾ അതൊരു നീന്തൽ ഹോബിയായി മാറിയിരിക്കുകയാണ്. എന്തായാലും തമ്പിച്ചേട്ടൻ മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് അത് ഒരു 3-4 മണിക്കൂർ വരെ നീണ്ടാലും പുഷ്പ സുഖമായി തന്നെ കായലിലുണ്ടാകും. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പോകുമ്പോൾ വള്ളത്തിനൊപ്പം പോകും, തിരിച്ച് അതേ വള്ളത്തിൽ തന്നെ നീന്തി തിരികെ വരികയും ഒക്കെ തന്നെ ചെയ്യും. എന്തായാലും പുഷ്പയ്ക്ക് ഇതൊരു ഹോബിയായിട്ട് മാറിയിരിക്കുകയാണ്. ഈ തലയാഴമുള്ള നാട്ടിലെ ആൾക്കാർക്കൊക്കെ തന്നെ ഇതൊരു വലിയ കൗതുകമാണ്. കാരണം ഇത്തരത്തിൽ ഒരു 3-4 മണിക്കൂർ ഈ നായ ഇങ്ങനെ സ്നേഹം കാണിക്കുന്ന, അതും ഇനിയിപ്പോൾ കായലിലാണെങ്കിൽ പോലും ഉടമസ്ഥനെ ഒറ്റയ്ക്കാക്കില്ല എന്ന് വിചാരിച്ച് സഞ്ചരിച്ച് കൂടെ പോകുന്ന ഒരു നായ. അപ്പോൾ എന്തായാലും പുഷ്പയുടെയും തമ്പിച്ചേട്ടന്റെയും ഒരു സ്നേഹത്തിന്റെ കാഴ്ച, സ്നേഹത്തിന്റെ കഥ.